അങ്ങനെ IPL 2026 ആദ്യമായിട്ട് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ടീം നമ്മുടെ ഡിഫെൻഡിങ് ചാമ്പ്യന്മാരെ RCB ആയി മാറിയിരിക്കുകയാണ്. അതെ, നമ്മുടെ വിരാട് കോഹ്ലിയുടെ സ്വന്തം RCB. അപ്പം മോസ്റ്റ്ലി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ RCB തന്നെയായിരിക്കും ടേബിൾ ടോപ്പേഴ്സായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലേ ഓഫിലെ അവർക്ക് കളി തോറ്റു കഴിഞ്ഞാൽ പോലെ 2 ചാൻസസ് ലഭിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പ്ലേ ഓഫ് ഷെഡ്യൂൾ വരിക. പിന്നെ നമുക്കറിയാം പ്ലേ ഓഫിൻ്റെ ഷെഡ്യൂൾ വന്നത് ഓൾറെഡി ഇന്ന് നടന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് പ്ലേ ഓഫ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആനുകൂല്യം കൂടി RCB കിട്ടും. അതായത് ഓൾറെഡി അവർക്ക് അവിടെ കളിച്ചൊരു പരിചയം റീസെൻ്റ്ലി. അപ്പം അതെന്ന് പറയുന്ന ഒരു ചെറിയ ആനുകൂല്യമല്ല. കാരണം നമുക്കറിയാം ധരംശാലയിൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം ഇവർ ഓൾറെഡി അവിടെ കളിച്ച ആ ഒരു പരിചയം ഇവർക്ക് നന്നായിട്ട് തന്നെ പ്ലേ ഓഫിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പഞ്ചാബിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ പരിതാപകരമായൊരു സ്ഥിതിയാണ്. അതായത് തുടർച്ചയായിട്ട് ആദ്യത്തെ 6 കളികൾ ജയിച്ചു, അതിൻ്റെ അകത്ത് പിന്നെ ഒരു കളി നോ റിസൾട്ട്, പിന്നെ തുടർച്ചയായിട്ട് വീണ്ടും 6 കളികൾ തോറ്റു. ഇപ്പം ഈസി ആയിട്ട് ഏറ്റവും ആദ്യം പ്ലേ ഓഫിലേക്ക് എത്തും എന്ന് കരുതിയ ഒരു ടീം പ്ലേ ഓഫ് കാണാണ്ട് ഓൾമോസ്റ്റ് പുറത്താകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പം പഞ്ചാബ് നിൽക്കുന്നത് 13 പോയിന്റിലാണ്. ഇന്നത്തെ തോൽവി അവർക്ക് നെറ്റ് റൺ റേറ്റ് കൂടുതൽ കുറയുന്നതിൽ നിന്ന് ഒരു ഡാമേജ് ഒഴിവാക്കാനായിട്ട് ശശാങ്ക് സിംഗിൻ്റെ ഇന്നിങ്സ് അവരെ സഹായിച്ചു. പക്ഷേ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ ഫേറ്റ് അവരുടെ കയ്യിലല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളിയും കൂടെ ഇനി അവർക്ക് മിച്ചമുള്ളൂ. അപ്പോൾ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയിന്റ് 15ലേക്ക് എത്തും, 13 നിന്ന് 15ലേക്ക് എത്തും. അപ്പം ബാക്കി മുന്നിലുള്ള ടീമുകളൊക്കെ 16, 18 അങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുക. അപ്പം CSKക്ക് രാജസ്ഥാൻ 2 കളികൾ മിച്ചമുണ്ട്. അപ്പോൾ 2 കളികളിൽ ഒരു കളി ജയിച്ചാൽ തന്നെ അവരുടെ മുകളിലേക്ക്, 2 കളികളും ജയിച്ചാൽ തന്നെ അവരുടെ മുകളിലേക്ക് എത്തും. അപ്പം 16 പോയിന്റിലേക്ക് എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഞ്ചാബ് പ്ലേ ഓഫ് കാണാണ്ട് താഴോട്ട് പോകും. അപ്പം ഇന്നത്തെ പഞ്ചാബിൻ്റെ തോൽവി ആക്ച്വലി ബെനിഫിറ്റ് ആയിരിക്കുന്നത് രാജസ്ഥാനും CSKക്കും DC-ക്കുമാണ്. അപ്പം DC-ക്ക് ഈവൻ KKR വരെ സ്ലൈറ്റ്ലി ഒരു ചാൻസും കൂടെ ഇപ്പം വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു തോൽവി കാരണം. അപ്പം പ്ലേ ഓഫ് റേസ് കൂടുതൽ ഇൻറ്റൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന RR vs DC, അതിൻ്റെ അകത്ത് രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ CSK ഈസി ആയിട്ട് പ്ലേ ഓഫിലേക്ക് വരും. അഥവാ രാജസ്ഥാനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ രാജസ്ഥാനായിരിക്കും ടോപ്പ് 4ലേക്ക് എത്താൻ കൂടുതൽ ചാൻസ്. ഇനി CSK SRHനെ തോൽപ്പിക്കുകയാണെങ്കിൽ SRHൻ്റെ ബാക്കിയുള്ള അടുത്ത കളികൾ തോൽക്കുകയാണെങ്കിൽ വീണ്ടും ട്വിസ്റ്റുകൾ വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ SRH വരെ ഓൾമോസ്റ്റ് പ്ലേ ഓഫ് കാണാണ്ട് നാരോ ആയിട്ട് നെറ്റ് റൺ റേറ്റിനെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പം ഞാൻ ഇതിനു മുന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ലാസ്റ്റ് കളി വരെ പ്ലേ ഓഫിൻ്റെ ആ ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന രീതിയിലാണ് IPL 2026 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പഞ്ചാബിൻ്റെ കാര്യമായിട്ട് വളരെ വളരെ വിഷമമുണ്ട്. കാരണം എനിക്ക് വൺ ഓഫ് ദി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് ശ്രേയസ് അയ്യർ. അപ്പം പുള്ളിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ക്യാപ്റ്റൻസി തന്നെയാണ്. പക്ഷേ എന്തോ ഭാഗ്യക്കേടാണോ എന്തോ തുടരെ തോറ്റുകൊണ്ടിരിക്കുന്നു. ജയിക്കാമെന്ന് തോന്നിയ കുറേ കളികൾ അതിൻ്റെ ഇടയ്ക്ക് കൈവിട്ടു ക്യാച്ചുകൾ കാരണം. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, 4 ടീമിനെ എന്തായാലും എത്താൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും തന്നെ എൻ്റെ ഫേവറേറ്റ് ടീമുകളാണ്. അപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഏതൊക്കെയാണ് 4 ടീമുകൾ വരുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.